നന്ദി പ്രമേയത്തിനുള്ള മറുപടിയിൽ രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും പരിഹസിച്ചുകൊണ്ട് മുന്നേറുന്ന നമ്മുടെ പ്രധാനമന്ത്രി മോദിയെ കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ സ്പീക്കർ ഓം ബിർളയുടെ മുഖം ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? എന്തൊരു സന്തോഷമായിരുന്നു അദ്ദേഹത്തിന്. സന്തോഷം കൊണ്ട് ഇനി ഇരിക്കാൻ വയ്യേ എന്നുള്ളൊരു ഭാവമായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖത്ത് തെളിഞ്ഞു നിന്നത്. ഒരു ആരാധന, അല്ലെങ്കിൽ ഒരു അഭിനന്ദനാർഹമായ ഒരു പുഞ്ചിരി. അദ്ദേഹം ഒരുപക്ഷെ എഴുന്നേറ്റ് നിന്ന് ബലേ ഫേഷ് എന്ന് പറഞ്ഞു പോകുമോ എന്ന് സംശയിച്ചതാണ്. പക്ഷേ ഓം ബിർള അത് നിയന്ത്രിച്ചു. ഈ സ്പീക്കറിൽ നിന്ന് പ്രതിപക്ഷം എന്തെങ്കിലും നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. അത് കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം തെളിയിച്ചു. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം അത് അതിഗംഭീരമായൊരു പ്രസംഗമായിരുന്നു, കൊടുങ്കാറ്റിന് സമമായ ഒന്നായിരുന്നു എന്ന് എല്ലാവരും സമ്മതിക്കുന്നതാണ്. അതിലെ വളരെ പ്രധാനപ്പെട്ട പ്രസക്തമായ ഭാഗങ്ങൾ നമ്മുടെ സ്പീക്കർ ഓം ബിർള സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്തു. വിവിധ വിഷയങ്ങൾ അദ്ദേഹം പറഞ്ഞിരുന്നു. അദ്ദേഹം മണിപ്പൂരിനെ പറ്റി പറഞ്ഞു, അദാനിയെപ്പറ്റി ചില സൂചനകൾ നൽകി, അഗ്നിവീറിനെ പറ്റി പറഞ്ഞു, കർഷക പ്രശ്നങ്ങൾ, നീറ്റ്, ഇവ കാര്യങ്ങളെല്ലാം ഉന്നയിച്ച പ്രസംഗമായിരുന്നല്ലോ നമ്മുടെ രാഹുൽ ഗാന്ധിയുടേത്. പക്ഷേ അതൊന്നും അങ്ങനെ രേഖകളിൽ കിടക്കണ്ടെന്ന് അദ്ദേഹം അങ്ങ് തീരുമാനിച്ചു. ആരെ? നമ്മുടെ സ്പീക്കർ ഓം ബിർള. അദ്ദേഹത്തിന് അതിന് ചില അധികാരങ്ങളുണ്ട്. നിയമസഭയിലെ സ്പീക്കർമാർക്കും ലോക്സഭയിലെ സ്പീക്കർക്കും അതുപോലെ തന്നെ രാജ്യസഭാ ചെയർമാനും ഡെപ്യൂട്ടി ചെയർമാനും ഒക്കെ ആ ഒരു അധികാരമുണ്ട്. പക്ഷേ അതിന് ചില വ്യവസ്ഥകളുണ്ട്. ലോക്സഭയുടെ കാര്യത്തിൽ സഭാചട്ടങ്ങളുടെ 380 വകുപ്പ് അനുസരിച്ചാണ് അദ്ദേഹം ഇക്കാര്യത്തിലൊരു തീരുമാനമെടുക്കേണ്ടത്. സഭയിലൊരു ചർച്ച നടക്കുമ്പോൾ ആരെങ്കിലും ഉപയോഗിക്കുന്ന വാക്കുകൾ, ഞാൻ അടിവരയിട്ട് പറയുന്ന വാക്കുകൾ, അത് അൺപാർലമെൻ്ററി ആണെങ്കിൽ, അതാരെങ്കിലും ആക്ഷേപിക്കുകയോ അപമാനിക്കുകയോ ചെയ്യുന്ന തരത്തിലുള്ളതാണെങ്കിൽ, അത് അന്തസ്സില്ലാത്ത ഒരു പ്രയോഗമാണെങ്കിൽ, അത് മാന്യമല്ലാത്ത ഒരു വാക്കാണെങ്കിൽ, അങ്ങനെ സ്പീക്കർക്ക് ബോധ്യപ്പെട്ടാൽ അത് രേഖകളിൽ നിന്ന് നീക്കാൻ അദ്ദേഹത്തിന് അധികാരമുണ്ട്. ഞാൻ പറഞ്ഞു വാക്കുകൾ. പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടെ സംഭവിച്ചത് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൻ്റെ വളരെ പ്രസക്തമായ ഭാഗങ്ങൾ, അദാനിയെപ്പറ്റിയുള്ള 3 പരാമർശങ്ങൾ നീക്കം ചെയ്തു. അദാനിയെപ്പറ്റിയൊക്കെ രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ പറയാമോ, നിയമസഭയിൽ പറയാമോ? അദാനി ആരാണ്? അദാനിയെ വിമർശിച്ചാൽ വിവരമറിയും. അങ്ങനെയാണ് അദാനിയെക്കുറിച്ചുള്ള, അഗ്നിവീറിനെക്കുറിച്ചുള്ള, നീറ്റിനെക്കുറിച്ച്, ഇതിന് മണിപ്പൂരിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ പോലും മാറ്റി. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ചില ഹിന്ദു പരാമർശങ്ങളുണ്ടായി. അതായത് ഹിന്ദുക്കൾ എന്ന് അവകാശപ്പെടുന്ന ചിലർ അക്രമങ്ങളിൽ ഏർപ്പെടുന്നു എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. അത് മുഴുവൻ ഹിന്ദുക്കളും അക്രമികളാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു എന്ന മട്ടിൽ BJP പ്രചരിപ്പിക്കുകയും സഭയിൽ അത് ഉയർത്തിക്കാട്ടുകയും ചെയ്തു. അതിൻ്റെ പിന്നാലെ അത് രേഖകളിൽ നിന്ന്, ആ പ്രസക്ത ഭാഗങ്ങളെല്ലാം രേഖകളിൽ നിന്ന് നീക്കുകയും ചെയ്തു. ഞാൻ ഈ നേരത്തെ പറഞ്ഞ 380 വകുപ്പിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഇഫ് ദ സ്പീക്കർ ഈസ് ഓഫ് ഒപ്പീനിയൻ ദാറ്റ് വേർഡ്സ് ഹാവ് ബീൻ യൂസ്ഡ് ഇൻ ഡിബേറ്റ് വിച്ച് ആർ ഡിഫാമേറ്ററി or indecent or unparliamentary or undignified, the speaker may, while exercising discretion, order that such words be expunged from the proceedings of the house. Unparliamentary എന്ന് പറയുന്ന വാക്കുകളുടെ ഒരു പട്ടിക തന്നെ പാർലമെൻറ്റിലും നിയമസഭകളിലൊക്കെ ഉണ്ട്. അതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ആ വാക്കുകളാണ്. അത് സ്പീക്കർക്ക് ബോധ്യപ്പെട്ടാൽ, ഇതാണ് ഈ 380 വകുപ്പിൽ പറഞ്ഞിരിക്കുന്നത്. അതുപയോഗിച്ചുകൊണ്ട് വളരെ ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ പ്രതിപക്ഷത്തിൻ്റെ ശബ്ദത്തെ അടിച്ചമർത്താനുള്ളൊരു ശ്രമമാണ് ഇവിടെ സ്പീക്കർ നടത്തിയിരിക്കുന്നത്. നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കേട്ടതാണല്ലോ. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അൺപാർലമെൻ്ററി, അന്തസ്സിന് നിരക്കാത്ത, ആർക്കെങ്കിലും അപമാനകരമായ അല്ലെങ്കിൽ ഒരു മാന്യമല്ലാത്ത ഒരു വാക്കുകളും അദ്ദേഹം ഉപയോഗിച്ചിരുന്നില്ല. അപ്പോൾ ഇവിടെ
അൺപാർലമെൻ്ററിയായ അല്ലെങ്കിൽ സഭാരേഖകളിൽ ഉണ്ടാവാൻ പാടില്ലാത്ത വാക്കുകൾ നീക്കുക എന്നതിന് പകരം BJPക്കും മോദിക്കും ഇഷ്ടമല്ലാത്ത പരാമർശങ്ങൾ സഭാരേഖകളിൽ ഉണ്ടാവാൻ പാടില്ല എന്ന ജനാധിപത്യ വിരുദ്ധമായ ഒരു തീരുമാനത്തിൻ്റെ പ്രതിഫലനമാണ് നമ്മൾ ഈ നടപടികളിൽ കാണുന്നത്. പാർലമെൻറ്റിലും നിയമസഭയിലുമൊക്കെ സർക്കാരിനെ വിമർശിക്കുക എന്നുള്ളത് അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക എന്നുള്ള പ്രതിപക്ഷത്തിൻ്റെ അവകാശമാണ്, അവരുടെ ഉത്തരവാദിത്വമാണ്. അത് നിർവഹിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ ചർച്ചകൾ കൊണ്ടോ സംവാദങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ നിയമസഭാ നടപടികൾ കൊണ്ടോ എന്താണ് പ്രയോജനം? ഭരണപക്ഷം ഒന്നിച്ചിരുന്നിട്ട് അവരുടെ കാര്യങ്ങളങ്ങ് തീരുമാനിച്ചാൽ മതിയല്ലോ. പക്ഷേ ഇവിടെ പ്രതിപക്ഷത്തിൻ്റെ ശബ്ദത്തെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾ തന്നെയാണ്. വാസ്തവത്തിൽ സ്പീക്കർ രാഹുൽ ഗാന്ധിയെ തെരഞ്ഞു പിടിച്ചാണ് നടത്തിയിരിക്കുന്നത്. മഹുവ മൊയ്ത്രയുടെയും DMK-യിൽപ്പെട്ട രാജയുടെയും പ്രസംഗത്തിലെ ചില ഭാഗങ്ങളും നീക്കം ചെയ്തു. അതേസമയം BJPയുടെ അനുരാഗ് താക്കൂർ നടത്തിയ പ്രസംഗം മുഴുവൻ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ നിറഞ്ഞതായിരുന്നു. പക്ഷേ അതിലെ ഒരു വാക്ക് മാത്രമാണ്, പേരിന് മാത്രം ഒരു വാക്ക് മാത്രമാണ് അദ്ദേഹം നീക്കിയത്. പോയ ലോക്സഭയിൽ ആളുകളെ പുറത്താക്കിക്കൊണ്ട് BJPയെ സഹായിക്കുന്ന തന്ത്രമാണ് സ്പീക്കർ എടുത്തിരുന്നത്, ഒരു പുറത്താക്കൽ സ്പീക്കർ. ഇനിയിപ്പോൾ ഒരുപക്ഷേ പ്രതിപക്ഷം പറയുന്നതെല്ലാം രേഖകളിൽ നിന്ന് നീക്കുന്ന ഒരു സ്പീക്കറെയാവും നാം കാണാൻ പോവുക. രേഖകളിൽ നിന്ന് നീക്കം ചെയ്യുന്ന ഒരു സ്പീക്കർ. കഴിഞ്ഞ സഭ ഓർക്കുന്നുണ്ടോ? ലോക്സഭയ്ക്കുള്ളിലേക്ക് എല്ലാ സുരക്ഷാ സംവിധാനങ്ങളെയും അട്ടിമറിച്ചുകൊണ്ട് ഒരു സംഘം ആളുകൾ കടന്നു വന്നു. അവർ ബോംബ് വരെന്തോ പൊട്ടിച്ച് പുകയൊക്കെ ഉണ്ടാക്കി. അത് പാർലമെൻറ്റ് സുരക്ഷയെ ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു. അത് നിർത്തി ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. പക്ഷേ സ്പീക്കർ സമ്മതിച്ചില്ല. കാരണം അവിടെ സുരക്ഷാ സംവിധാനങ്ങൾ ലംഘിക്കപ്പെട്ട് പുറത്തുനിന്നുള്ള ആളുകൾ കടന്നു വന്നതിൻ്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ സുരക്ഷാ സംവിധാനത്തിൻ്റെ ചുമതലകളുടെ ഉത്തരവാദിത്വം സ്പീക്കർക്കുള്ളതാണ്. അദ്ദേഹത്തിനെതിരായിട്ട് ചർച്ച നടത്തുകയോ? അന്ന് അദ്ദേഹം 100 പേരെ പുറത്താക്കിയതാണ്. നേരത്തെ ഒരു വീഡിയോയിൽ ഞാനത് പറഞ്ഞതുമാണ്. അങ്ങനെയാണത് ഈ പുറത്താക്കൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു തന്ത്രമായിട്ട് മാറിയത്. ഇനിയിപ്പോൾ പ്രതിപക്ഷാംഗങ്ങളുടെ പ്രസംഗം റദ്ദാക്കുന്നതിലായിരിക്കും അദ്ദേഹം ശ്രദ്ധിക്കുക എന്ന കാര്യത്തിൽ സംശയം വേണ്ട. പക്ഷേ ഏറ്റവും രസകരമായ കാര്യം, ഈ രേഖകളിൽ നിന്ന് നീക്കം ചെയ്യുന്ന ഈ ഏർപ്പാടുണ്ടല്ലോ, അതൊക്കെ അതിൻ്റെ പല്ലും നഖവും ഒക്കെ നഷ്ടപ്പെട്ടു പോയൊരു സംവിധാനമാണ്, അല്ലെങ്കിൽ ഒരു സമ്പ്രദായമാണ്. പണ്ടൊക്കെ അതിന് വളരെ പ്രാധാന്യമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ സഭയിൽ നടക്കുന്ന ഓരോ നടപടികളും സൻസദ് TV ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്നും രേഖകളിൽ നിന്നും അല്ലെങ്കിൽ ദൃശ്യങ്ങളിൽ നിന്നൊന്നും മാറ്റാൻ പറ്റില്ലല്ലോ. ഇതെല്ലാം ജനങ്ങളിലേക്ക് എത്തുകയാണ്. രാഹുൽ ഗാന്ധി പ്രസംഗിച്ച കാര്യങ്ങളെല്ലാം ഇന്ന് ഇന്ത്യയിലെ നല്ലൊരു ശതമാനം ആളുകൾക്ക് ഹൃദിസ്ഥമാണ്. അതിനുശേഷമാണ് രേഖയിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് പ്രയോജനം? ജനം കേട്ടു, അറിഞ്ഞു. ഇനി രേഖയിൽ നിന്ന് നീക്കിയിട്ട് എന്താണ് പ്രയോജനം? ഇന്നലെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം കേട്ടവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അദ്ദേഹം സ്പീക്കറോട് ചില കാര്യങ്ങൾ പറഞ്ഞു. അതായത് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി തൻ്റെ പ്രസംഗത്തിൽ സ്പീക്കറോട് പറഞ്ഞ ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കഴിഞ്ഞ ദിവസം ഇവിടെ ചില കാര്യങ്ങൾ ചിരിച്ചുകൊണ്ടിരുന്ന് നിങ്ങൾ സമ്മതിച്ചു കൊടുത്തു. ഇനി അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു നടപടി വേണം. പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തെക്കുറിച്ചാണ്. ആ പ്രസംഗം അങ്ങനെ നടന്നതിലുള്ള അനിഷ്ടം, സ്പീക്കറോടുള്ള അനിഷ്ടം പ്രകടിപ്പിക്കുകയായിരുന്നു പ്രധാനമന്ത്രി മോദി. അതുപോലെ തന്നെ ഒരു ശാസനയുടെ സ്വരം അതിലുണ്ട്. ഒപ്പം തന്നെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഉപദേശമല്ല, അതൊരു കൽപ്പനയായിട്ട് തന്നെ നമുക്ക് കാണാം. മോദിയും ഓം ബിർളയും ആകുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെ കാണണം. കൊല്ലാൻ നിൽക്കുന്ന ആളിനോട് കൊന്നു തിന്നോളാൻ പറഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്കറിയാം. പ്രതിപക്ഷം ജാഗ്രതയും